ഹലോ സ്റ്റുഡൻസ്, നമ്മൾ 10ാം ക്ലാസ്സിലാണ് അഞ്ചാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 10ാം ക്ലാസ്സിൽ തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയാൻ നേരത്ത് ലെൻസിന്റെ ചാപ്റ്റർ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ലെൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുകൂടാതെ തന്നെ പിന്നെ പഠിച്ചതാണ് നമ്മൾ മാഗ്നറ്റിക് എഫക്ട്സിനെ പറ്റി പഠിച്ച് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. നമുക്ക് അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയാം. ഇതിലെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നോർമലി കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷങ്ങളൊക്കെ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് അറിയേണ്ടത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്നത് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. സോ ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. കാരണം ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാപ്റ്ററിനെ ബ്രീഫ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. സോ അതിൽ നമ്മൾ പഠിക്കുന്ന ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻസ് ഉണ്ട്. അത് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പവറിന്റെ ഇക്വേഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, H = I²RT. ഓക്കെ, H = V² R × T. അതുപോലെ തന്നെ H = IVT. ഈ 3 ഇക്വേഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് പല രീതിയിലും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവറിന്റെ ഇക്വേഷൻ P = നമ്മൾ പവറിന്റെ ഇക്വേഷൻ പഠിക്കുന്നത് H/T. അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഹീറ്റ് ഡിവൈഡ് ബൈ ടൈം എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് എന്താ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്നും കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ പവറിന് നമ്മൾ 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. പവറിന്റെ 3 ഇക്വേഷൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമുക്ക് ഇതില ടി എല്ലാം എന്ത് ക്യാൻസൽ ചെയ്താൽ മതി. അതായത് P = I² R. അതുപോലെ തന്നെ P = V² R. P = IV. ഈ 3 ഇക്വേഷൻസ്, ഇത്രയും ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. ബാക്കി കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഓംസ് ലോനെ പറ്റി പഠിക്കാനുള്ള ഇക്വേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓംസ് ലോ ഒക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓംസ് ലോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ VIR. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചാപ്റ്ററിലെ ചോദ്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യത്തിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. സോ ഇത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, നോക്കുക. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വേരിയസ് ഡിവൈസ് ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻ, അതായത് കുറച്ച് ഡിവൈസിന്റെ എനർജി കൺസർവേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ടേക്ക് പ്ലേസ് ഗിവൻ ബിലോ. അതായത് ഒന്നാമത്തത് ഇലക്ട്രിക് കെറ്റൽ എന്ന് പറയാൻ നേരത്ത് ഇലക്ട്രിക് എനർജിന്ന് തെർമൽ എനർജി. ഓക്കെ, അതുപോലെ തന്നെ മിക്സി എന്ന് പറയാൻ നേരത്ത് ഇലക്ട്രിക് എനർജിയിൽ നിന്ന് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണെന്ന് പറയാം അയൺ ബോക്സ്. ഓക്കെ, ഇലക്ട്രിക് അയൺ, അത് ഇലക്ട്രിക് എനർജി ടു ലൈറ്റ് എനർജി എന്നാണ് കൊടുത്തേക്കണം. ഇലക്ട്രിക് എനർജി ടു ലൈറ്റ് എനർജി ആണ് അയൺ ബോക്സ് എന്ന് പറഞ്ഞ കാര്യം അല്ല. നമുക്ക് ഇതിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തെറ്റാണ്. അതുപോലെ തന്നെ മൈക്രോഫോൺ, ഇലക്ട്രിക് എനർജി ടു സൗണ്ട് എനർജി. ഇലക്ട്രിക് എനർജി ടു സൗണ്ട് എനർജി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫസ്റ്റത്തത് ഇത് ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ആർ കറക്റ്റ് അല്ല. ഓൾറെഡി മൈക്രോഫോണിന്റെ ഇതല്ല, കൺവേർഷൻ അല്ലേ തന്നിരിക്കുന്നത്. അതുപോലത്തെ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് എക്സാമിന്റെ ഫസ്റ്റത്തെ ഒരു മാർക്കിന്റെ ചോദ്യങ്ങളെല്ലാം ഈ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതാണ് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട്. നമുക്കത് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലും കുറച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ടാണെങ്കിലും ബാക്കി പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ കുറച്ചും കൂടി സിമ്പിളാണ്. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്ന പറയാൻ നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ കറക്റ്റാണ്. കാരണം ഇലക്ട്രിക് കെറ്റൽ എന്ന് പറയാൻ നേരത്തെ ഇലക്ട്രിക് എനർജിന്ന് തെർമൽ എനർജിയിലേക്ക് കൺവേർട്ട് ആവും. അതുപോലെ തന്നെ മിക്സി നമുക്കറിയാം ഇലക്ട്രിക് എനർജിന്ന് മെക്കാനിക്കൽ എനർജിയിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അയൺ ബോക്സ് തെറ്റാണ്. അതുപോലെ തന്നെ മൈക്രോഫോൺ തെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിലെ ഓപ്ഷനിൽ 1, 2 നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ആ ഒരു ചൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നിക്രോം എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി അറിയാവുന്നതാണ്. നിക്രോം എന്ന് പറഞ്ഞ ഒരു ഹീറ്റിംഗ് കോയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എന്താണ് നിക്രോമിന്റെ പെക്യുലാരിറ്റീസ്, അത് നമുക്ക് കാണാണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. ഒരു 4 ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതൊക്കെയാണ് നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഡിവൈസ് എന്ന് പറയാൻ കാരണമുള്ള അതിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം. ഓക്കെ,
ഒന്നാമതാണ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. ഫസ്റ്റത്താണ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. ഓക്കെ. പിന്നെ അബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. അതായത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റും, നിക്രോം നിൽക്കുന്ന. നിക്രോം എന്ന് പറയുന്നത് നമ്മൾ അയൺ ബോക്സിൻ്റെ അകത്തൊക്കെ ഹീറ്റിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഓക്കെ. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിക്രോമിൻ്റെ പെക്യുലാരിറ്റീസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തതാണ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. ഇത് പഠിച്ചു വെക്കുക. നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് വയ്ക്കാൻ നേരം നമുക്ക് ഇതൊക്കെ എഴുതിയാൽ മതി. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, അബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് കണ്ടീഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയാൻ നേരത്ത്. പിന്നെ അതുകൂടാതെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. ഇതെല്ലാം തന്നെ നമുക്ക് എന്താ പറയാ, കാരണം ഹൈ ഓക്സിഡേഷൻ ആണ്, റെഡ് ഹോട്ട് കണ്ടീഷൻ ആണ്, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് എന്താ കറക്റ്റ് ആണ്. നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് ചെയ്താൽ എന്തെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് എന്താണ് കറക്റ്റ് ആണ്. നമുക്ക് ഓൾ ആർ കറക്റ്റ്. ഓൾ ആർ കറക്റ്റ് കാരണം അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ ആ പ്രോപ്പർട്ടീസ് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് അതിൽ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അടുത്ത ചോദ്യമാണെന്ന് പറഞ്ഞാൽ ഇതും ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ. സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദർ യൂണിറ്റ്സ്. അതായത് നമുക്ക് ഇവിടെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വന്നിട്ടുണ്ട്, അതിന്റെ യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളാണ്. പല കുട്ടികൾക്കും യൂണിറ്റ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റി മാറിപ്പോവും. പല കാര്യങ്ങളും മാറിപ്പോവും. അപ്പോൾ യൂണിറ്റ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അതിൽ ഫസ്റ്റത്തേതാണെന്ന് പറയാം റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആണ് ഓം. അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന നേരത്ത് ഒമീറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് എനർജി ജൂൾ. പവർ എന്ന് പറയുന്ന നേരത്ത് വാട്ട്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച ഒരു കുട്ടികളാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയാൻ നേരത്ത് എന്ത് തന്നെയാണ്, ഓം ആണ് അല്ലെ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയാൻ നേരത്ത് ഓം ആണ്. റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ആണെന്ന് പറയാം ഒമീറ്റർ എന്ന് പറയാൻ നേരത്ത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, ഒമീറ്റർ ആണ്. ഇലക്ട്രിക് എനർജി നമ്മൾ പഠിക്കുന്നതാണ് ജൂൾ, ഹീറ്റ് ജൂൾ. അതൊക്കെ നമ്മൾ ജൂളിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പവർ എന്ന് പറയാൻ നേരത്ത് വാട്ട്. അപ്പൊ ഇതെല്ലാം അതിൻ്റെതായ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇതാ എല്ലാം കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ആർ കറക്റ്റ്. നമുക്ക് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പല ഓപ്ഷൻസിന്റെ കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യം റെസിസ്റ്റൻസിന്റെ ഓം എന്നാണ്, റെസിസ്റ്റിവിറ്റിന്റെ ഒമീറ്റർ ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് എനർജിന്റെ ജൂളാണ്, പവറിന്റെ വാട്ടാണ്. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതും 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻസിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ. നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി അറിയാവുന്നല്ലേ അല്ലെ. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കാര്യങ്ങളിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് അത് ഇക്വേഷൻ ആണ് P is equal to I square R. രണ്ടാമത്താണ് P is equal to V square by V square I. പിന്നെ അതുപോലെ തന്നെ P is equal to V square by R. അതുപോലെ തന്നെ P is equal to IR. ഓക്കെ. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നമ്മൾ ഇക്വേഷൻ നോർമലൈസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് എൻ്റെ വന്നു പോകുന്നത്. കാരണം ഓൾറെഡി പല ഇക്വേഷൻസും മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. ഫസ്റ്റത്തേതാണ് P is equal to I square R. I square R എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, I square R. P is equal to I square R എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ P is equal to V square into I. P is equal to V square into I. അങ്ങനത്തെ ഒരു ഇക്വേഷൻ, അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ല. പവറിന് ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമുക്കത് എന്താന്ന് പറയാ, നമുക്കത് തെറ്റാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്താം, തെറ്റാണ്. ഓക്കെ. അടുത്തതാണെന്ന് പറയാം P is equal to V square by R. P is equal to V square by R ഓൾറെഡി വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പവറിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണെന്ന് പറയാം P is equal to IR എന്നാണ് ഇക്വേഷൻ. IR എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇത് രണ്ടും തെറ്റാണ് അല്ലെ. അപ്പൊ നമുക്ക് 1 ഉം 3 ഉം ശരിയാണെന്ന് പറയാം. 1 ഉം 3 ഉം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. only 1 and 3 are correct അല്ലെ. 1 and 3 are correct. ഇത് മാത്രമേ കറക്റ്റ് ഉള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് സാറ് എഴുതി തരാം. P is equal to I square R ഓൾറെഡി അവിടെ ഉണ്ട്. P is equal to V square by P is equal to V square by R. അതുപോലെ തന്നെ P is equal to
ഐ വി. ഈ 3 ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിന്റെ എക്സാമിന് ചോദിക്കാം. ഓക്കെ. അടുത്ത ചോദ്യങ്ങൾ ചെയ്യാൻ നേരത്തെ നമുക്ക് ആ പറഞ്ഞ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയണം. ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങോട്ട് കുറച്ചധികം ടൈം എടുക്കും. ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കണം. ഹൗ മച്ച് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഹീറ്റ് എത്രയാണ്. അപ്പൊ ഹീറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് വേണം ആദ്യം താഴത്തേക്ക് എടുത്ത് എഴുതാൻ. അപ്പൊ അത് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിന്റെ താഴേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവും ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിപ്പോൾ വട്ടവ മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ താഴേക്ക് എടുത്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച് ഈസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇഫ് 0.4 ആംപിയർ ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ വിത്ത് എ റെസിസ്റ്റൻസ് ഓഫ് 200 ഓം 200 ഓം റെസിസ്റ്റൻസും അതുപോലെ തന്നെ 5 മിനിറ്റ്സ്. ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഈ 3 കാര്യങ്ങളാണ് തന്നിരിക്കണം. ഹീറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. ഓക്കെ ആണോ. അപ്പൊ ഹീറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എഴുതാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞാൽ കറണ്ട് എന്നുണ്ട് ഐ ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ. ഓക്കെ. ഐ ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്നിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് എത്രയാണ്? 200 ഓം അല്ലെ. 200 ഓം എന്താന്നുണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട് ടി ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ് അല്ലെ. 5 മിനിറ്റ്സ് ആണ് തന്നിക്കണം. ആ മിനിറ്റ്സിന് എന്തിലേക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം? 5 മിനിറ്റ്സിന് എന്തിലേക്ക് മാറ്റിയേക്കാം? സെക്കൻഡ്സിലേക്ക് മാറ്റിയേക്കാം. 5 × 60 എത്ര വരും? 5 × 6 300 അല്ലെ. 300 സെക്കൻഡ്സ് വരും. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഐ തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഏത് വരുമെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്താൽ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലെ. ഞാൻ ഇക്വേഷൻ ഏതാണ്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇക്വേഷൻ ഞാൻ എഴുതി എച്ച് ഈസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി. കാരണം ഐ തന്നിട്ടുണ്ട്, ഇവിടെ ആർ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുപോലെ തന്നെ ടൈം ഉണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് എച്ച് ഈസ് ഈക്വൽ ടു 0.2 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്ര? 200 ഇൻറ്റു 300. ഓക്കെ ആണോ. 0.2 സ്ക്വയർ ഇൻറ്റു 200 ഇൻറ്റു 300 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയെന്ന് പറയും? കറക്റ്റായിട്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 2400 ജൂൾ. 2400 ജൂൾ അല്ലെ. 2400 ജൂൾ കിട്ടും. ഓക്കെ. ഇതാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഹീറ്റ് കിട്ടണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ ഹീറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കണം. ഹീറ്റിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ ജൂൾ എന്ന് പറയുന്നത്. സോ അവിടെ ജൂൾ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. എച്ച് ഈസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി. ഐ എന്ന് പറയുന്നത് 0.2 ആംപിയർ ഇൻറ്റു 200 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. ടൈമിനെ നമുക്ക് ടൈം തന്നിരിക്കുന്നത് 5 മിനിറ്റ്സ് എന്നാണ്. മിനിറ്റ്സിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത്? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് 300 എന്ന് പറയും. അപ്പോൾ 2400 ജൂൾ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ ആണോ. ഇനി അടുത്ത ചോദ്യമാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. പിന്നെ 60 വോൾട്ട് ഈ സപ്ലൈ. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് തന്നക്കണ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കാം. 60 വോൾട്ട്. അപ്പൊ ഞാൻ ഇവിടെ കളർ ചെയ്ത് വെച്ചു. അക്രോസ് എ ടെർമിനൽ ഓഫ് ആൻ ഇലക്ട്രിക് ഹീറ്റർ ഇറ്റ് പാസസ് എ കറന്റ് ഓഫ് 4 ആംപിയർ. ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 90 വോൾട്ട് വാട്ട് വിൽ ബി ദ കറന്റ്? അതായത് ഒരു ടെർമിനൽ, ഒരു ഡിവൈസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ആ ഡിവൈസിന്റെ ഒരു ടെർമിനലിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 60 വോൾട്ട്. ഓക്കെ. കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആംപിയർ. ഓക്കെ. കറണ്ട് എന്ന് പറയുന്നത് 4 ആംപിയർ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 90, അതായത് 60 എന്നുള്ളത് 90 ആണെങ്കിൽ അവിടുത്തെ കറണ്ട് എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കണം. ഓക്കെ. ഓൾറെഡി ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ട് ഇപ്പോൾ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 60 വോൾട്ടേജ് ആണ്, വോൾട്ടാണ്. അതുപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് 4 ആംപിയർ ആണ്. ഓക്കെ. ആ 60 വോൾട്ടുള്ള ആ വോൾട്ടേജ് ഉള്ള ആ ഒരു കാര്യത്തിന് നമ്മൾ 90 വോൾട്ടിലേക്ക് മാറ്റുമ്പോൾ അവിടുത്തെ കറണ്ട് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ.
എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ചെറിയ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഒരാളുണ്ട്, ഓംസ് ലോ അല്ലെ? ഓംസ് ലോനെ എവിടെ എഴുതണം? VIR. ഓക്കെ, VIR. വി കണ്ടുപിടിക്കാനായിട്ട് അറിയാവുന്നല്ലോ, ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എഴുതാന്ന് വിചാരിച്ചാണ്. VIR. ഓക്കെ, IR. അപ്പൊ നമുക്ക് I കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ V/R, R കണ്ടുപിടിക്കുന്നത് V/I, അതുപോലെ തന്നെ V കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ I/R. ഒക്കെ അറിയാവുന്ന ഒരു ഓംസ് ലോന്റെ ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? R കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഡിവൈസിന്റെ ഈ ഒരു കാര്യത്തിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ് ഇക്വേഷൻ ഓൾറെഡി അറിയാം. V/R is equal to V/I. R is equal to V/I. ഓക്കെ ആണോ? V നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 ഡിവൈഡഡ് ബൈ 4 അല്ലെ? 60 ഡിവൈഡ് ബൈ 4. 4 6 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും അല്ലെ? ബാലൻസ് 2, 20ൽ 5. അപ്പൊ നമുക്ക് R is equal to എത്ര കിട്ടും? R is equal to 15 കിട്ടും. 15 ഓം. ഓക്കെ ആണോ? R is equal to 15 ഓം. ഇവിടെ നമുക്ക് ആൻസർ കഴിഞ്ഞാ? ഇല്ല, ആൻസർ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് ഓൾറെഡി സെയിം ആയിരിക്കും. അതിന്റെ വോൾട്ടേജ് ആണ് മാറ്റുന്നത്, റെസിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് R എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിച്ച് 15 ഓം എന്ന് പറഞ്ഞ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ V/R അല്ലെ? I is equal to V/R അല്ലെ? V/R. I is equal to V എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് മാറിയിട്ടുണ്ട്. 60ൽ നിന്ന് എത്ര ആക്കാൻ പറഞ്ഞിട്ടുണ്ട്? 90 വോൾട്ടേജ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 60ൽ നിന്ന് 90 വോൾട്ടേജ് ആയി. അപ്പൊ 90 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് എത്ര? 15. ഓക്കെ, 90ൽ 15 എത്ര പ്രാവശ്യം പോകും? 90ൽ 15 അല്ലെ? 15 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം എന്ന് പറയാൻ നേരത്ത് 15, രണ്ടാമത്തെ പ്രാവശ്യം 30, 45, 60, അത് കഴിയുമ്പോൾ 75, അതുപോലെ തന്നെ 90. അപ്പൊ എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറണ്ട് I is equal to 6 ആംപിയർ. ഓക്കെയാണ്? I is equal to 6 ആംപിയർ എന്ന് പറഞ്ഞ കിട്ടി. ക്ലിയർ ആണ്? ഇപ്പൊ ഈ ചോദ്യം മനസ്സിലാക്കി വെക്കാം. നമ്മളടുത്ത് അവിടെ തന്നിരിക്കുന്നത് 60 വോൾട്ടേജ് ആണ്. 60 വോൾട്ട് ഉള്ള ഒരു ഇലക്ട്രിക് ഡിവൈസ്. ആ ഇലക്ട്രിക് ഡിവൈസിന്റെ കറണ്ട് എന്ന് പറയുന്നത് 4 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ 60 വോൾട്ടിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? 90 വോൾട്ടേജിലേക്ക് മാറ്റാൻ നേരത്ത് അവിടുത്തെ കറണ്ട് എത്രയായിരിക്കും എന്നുള്ള ചോദ്യമാണ് ചോദിക്കണം. അപ്പൊ രണ്ട് ഒരേ ഡിവൈസ് തന്നെയാണ്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അവിടുത്തെ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം? ഓംസ് ലോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ അവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതുകൊണ്ട് സെയിം റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഹീറ്റിംഗ് ഡിവൈസ്, കുറച്ചും കൂടി സിമ്പിളാണ്. സിമ്പിൾ അല്ല, എന്നാലും കുറച്ച് ടഫാണ്. ഓക്കെ, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് ഡിവൈസ്, നമുക്ക് ടഫ് ഒന്നുമില്ല, നമുക്കെല്ലാം സിമ്പിളാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യണല്ലേ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട്, 230 അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയാൻ നേരത്ത്, അവിടുത്തെ 92 ആണെന്ന് പറഞ്ഞാൽ ഓം എന്ന് പറയാൻ നേരത്ത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം? ടൈം തന്നിട്ടുണ്ട്. അവിടുത്തെ ടൈം തന്നിട്ടുണ്ട് 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സിൽ നമ്മൾ ആദ്യം തന്നെ കൺവേർട്ട് ചെയ്യുക. 20 മിനിറ്റ്സിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ തന്നിക്കണ കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ മാത്രമേ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് തന്നിക്കണമെന്ന് പറയാൻ നേരത്ത് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്ര? 92 ഓം തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്. ടൈം തന്നിക്കണ 20 മിനിറ്റ്സ് ആണ്. അതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് 20 × 60 വരും അല്ലെ? 2 × 6 എന്ന് പറയാൻ നേരത്ത് 12, 20 വരും. ഓക്കെ ആണ്? 1200 സെക്കൻഡ്സ് വരും. ഓക്കെ, 1200 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് V തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും? ഏതായിരിക്കും? നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? H = I²RT, H = V²/R × T, H = IVT. അതിൽ നമുക്ക് വിയും ആറും ടിയും വന്നേക്കുന്ന ഇക്വേഷൻ ഏതാണ് അല്ലെ? നമുക്കറിയാം H is equal to V²/R × T.
ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 92 ഇൻറ്റു 1200. ഓക്കെ, 1200. ഓക്കെ ആണോ? 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 92 ഇൻറ്റു 1200. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 92 എന്ന് പറയാൻ നേരത്ത് 230 ഇൻറ്റു 230 ഡിവൈഡ് ബൈ 92 അല്ലേ? 230 ഇൻറ്റു 230 എന്ന് പറയാൻ നേരത്ത് 52,900 ഡിവൈഡ് ബൈ 92 ഇൻറ്റു 1200. ഓക്കെ ആണോ? കാൽക്കുലേഷനൊക്കെ തെറ്റിക്കരുത്. കാൽക്കുലേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. കാരണം കാൽക്കുലേഷൻ തെറ്റിത്തന്നെ അതിനകത്ത് തന്നെ മൊത്തം തെറ്റും. ഓക്കെ, 52,900 ഡിവൈഡഡ് ബൈ 575 വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 92 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഇൻറ്റു 1200. ഓക്കെ ആണോ? വലിയൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 9 1 2 3 4. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ജൂൾ എന്ന് പറയുന്നത്. അതായത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് 6,09,000 ജൂളായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ സീനില്ല. കറക്റ്റ് ഇക്വേഷൻ ഏതാണ് നമുക്ക് കിട്ടും. ഇക്വേഷൻ ഏതാണെന്ന് കിട്ടിക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെയാണ്? അത് നമുക്ക് തന്നിരിക്കുന്ന ഇത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് വോൾട്ടേജ് തന്നിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് ഇൻറ്റു വോൾട്ടേജ് അല്ലേ നമ്മുടെ എന്ത് ചെയ്ത് 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 92 ഇൻറ്റു 1200. 230 ഇൻറ്റു 230 എന്ന് പറയാൻ നേരത്ത് 52,900 വരും. അതേ ഡിവൈഡഡ് ബൈ 92 ചെയ്യാൻ നേരത്ത് 575 വരും. അതേ ഇൻറ്റു 1200 ചെയ്യാൻ നേരത്ത് 6,90,000 ജൂൾ. 6,90,000 ജൂളാണ് നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കിട്ടണം. ഓക്കെയാണോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണെന്ന് പറയാം. If an electric heater operating at 230 volt, okay, ഒരു ഇലക്ട്രിക് ഹീറ്റർ 230 വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ഹീറ്റ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നമുക്ക് ഇങ്ങനത്തെ ചോദ്യം നോർമലി വളരെ കുറച്ചാണ് നമ്മൾ ചെയ്യാറ്. ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ അവിടെ ഹീറ്റ് തന്നിട്ടുണ്ട് 1,38,000 ജൂൾ. അതുപോലെ തന്നെ അവിടുത്തെ ടൈം തന്നിട്ടുണ്ട് 5 minutes എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ട, ആരെയാ കണ്ടുപിടിക്കണം നമുക്ക് കിട്ടി അല്ലേ? കറണ്ടിനെ കണ്ടുപിടിക്കണം. അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിച്ച് വെക്കരുത്. കാരണം ഇങ്ങനത്തെ ചോദ്യം നമുക്ക് ഇവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, ഹീറ്റ് തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മളടുത്ത് ഹീറ്റ് കണ്ടുപിടിക്കാനായിരിക്കും പറയണം. ടൈമും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, നമ്മളടുത്ത് ഹീറ്റ് കണ്ടുപിടിക്കണം. പക്ഷെ ഇതിൽ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, ഹീറ്റ് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ, കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. ഓക്കെ, ഹീറ്റ് ഈസ് ഈക്വൽ ടു 1,38,000 ജൂൾ. ഓക്കെ ആണോ? ടൈം തന്നിട്ടുണ്ട്. ടൈം 5 minutes ആണ് നിൽക്കണം. ആ മിനിറ്റ്സിന് എന്തിലേക്ക് മാറ്റാം, 5 into 60 ചെയ്യാം. 5 into 6 എന്ന് പറയുന്നത് 30. അപ്പം 300 seconds. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യം വെച്ചിട്ട് കറണ്ടാണ് കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ കറണ്ടാണ്. നമുക്ക് സാധാരണ ചെയ്യണ ഹീറ്റാണ് കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ ഓൾറെഡി ആരെ തന്നു, ക്വസ്റ്റ്യനിൽ ആരെ തന്നു, ഹീറ്റിനെ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് കണ്ടുപിടിക്കണം. സോ കറണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഒന്നും നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടില്ല. നമുക്ക് ഈ ഹീറ്റിന്റെ ഇക്വേഷൻ എച്ച്, അതുപോലെ തന്നെ വി ടി ഒക്കെ ഉണ്ട്. വി ടി ഒക്കെ വന്ന നമ്മളെ ഇക്വേഷൻ ആണ് എച്ച് ഈസ് ഈക്വൽ ടു ഐ അല്ലെ. നമുക്കൊരു ഇക്വേഷൻ പഠിക്കാം, എച്ച് ഈസ് ഈക്വൽ ഐ വി ടി. ഈ ഇക്വേഷൻ പഠിക്കാം. അതിൽ നമുക്ക് ഹീറ്റ് ഉണ്ട് അല്ലെ, നമുക്ക് ഇവിടെ എന്തുണ്ട്, ഹീറ്റ് ഉണ്ട്, ഐ ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ട് അല്ലെ. നമുക്ക് ഇവിടെ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. വോൾട്ടേജ് ഉണ്ട്, ഇവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് ഉണ്ട്, ടൈം ഉണ്ട്, ഹീറ്റ് ഉണ്ട്, കറണ്ട് ഉണ്ട്. സോ നമുക്ക് കറണ്ടാണ് അവിടെ കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, കറണ്ടാണ് കണ്ടുപിടിക്കേണ്ട. ഓക്കെ, കറണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട, കണ്ടുപിടിക്കണം. സോ ആ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ വി ടി. ഓക്കെ, എച്ച് തന്നിട്ടുണ്ട്. ഞാൻ എഴുതണേടാ, ശ്രദ്ധിച്ചോടാം. 1,38,000 ഈസ് ഈക്വൽ ടു ഐ എനിക്ക് തന്നിട്ടില്ല.
അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം ഇക്വേഷനിൽ നിന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു ഇതല്ലേ നമ്മൾ ഇക്വേഷൻ, എച്ച് ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മൾ ഇക്വേഷൻ, എച്ച് ഈസ് ഈക്വൽ ടു ഐ വി ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. ഇക്വേറ്റ് ചെയ്താൽ നേരത്തെ നമുക്ക് എന്ത് വരും, നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ട, അപ്പം ഐനെ അവിടെ നിർത്താം. അപ്പം ഐ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, വി ഇൻറ്റു ടീനെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പം എച്ച് ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, എച്ച് ഡിവൈഡ് ബൈ വി ഇൻറ്റു ടി, ഈ വി ഇൻറ്റു ടീനെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുത്ത് അപ്പം ഇൻറ്റു ആയത് ഇവിടെ എന്താ ഡിവൈഡിലേക്ക് വരും. ഓക്കെ ആണോ, വി ഇൻറ്റു ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് കണക്ട് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഐ കണ്ടുപിടിക്കാനായിട്ട് എച്ച് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാന്ന് നോക്കണം, ഐ ഈസ് ഈക്വൽ ടു 1,38,000 ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് എത്രയാണ്, 230 അല്ലെ, 230 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 300. ഓക്കെയാണ്, ഈ 2 പൂജ്യം അങ്ങോട്ട് കട്ട് ചെയ്യാം, ഇതിലൊരു 0 ഇതിലൊരു 0 കട്ട് ചെയ്യാം. ഓക്കെയാണ്, അതായത് 138 ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 3. ഓക്കെയാണോ, ഇത്രയും നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ നമുക്കിത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 23 ഇൻറ്റു 3 എന്ന് പറയാൻ നേരത്ത് 138 ഡിവൈഡ് ബൈ 23 ഇൻറ്റു 3 എന്ന് പറയാൻ നേരത്ത് എത്ര വരും, 69 വരും അല്ലേ. 69ൽ 138 2 പ്രാവശ്യം പോകും അല്ലേ, 2 ടൈംസ് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ 2 ആംപിയർ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 2 ആംപിയർ കിട്ടി. ഓക്കെ, ഇത് നോർമലി ഉള്ള ചോദ്യമല്ല, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് സാധാരണ ചോദിക്കുന്നത് ഹീറ്റാണ് ചോദിക്കുന്നത്, പക്ഷെ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഹീറ്റ് തന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റും റെസിസ്റ്റൻസും ടൈം തന്നിട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറയാം. അല്ലെന്നാണെങ്കിൽ ഹീറ്റും അതുപോലെ തന്നെ റെസിസ്റ്റൻസും ടൈം തന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ ഓരോ ഇക്വേഷനിലും നമ്മൾ മനസ്സിലാക്കാം എന്താണ് ഏതാണ് കണ്ടുപിടിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ എന്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ ചെയ്തതെന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ഐ വി ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഐ ഇൻറ്റു ടീനെ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പുറത്തേക്ക് എടുത്ത് ഐനെ നമ്മൾ ഒരു സൈഡിലേക്ക് എടുത്ത് കണ്ടുപിടിക്കാനുള്ള കാര്യത്തിന് നമ്മൾ ഒരു സൈഡിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിനേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ടി എന്നായി. ഓക്കെയാണ്, എച്ച് ഡിവൈഡ് ബൈ വി ഇൻറ്റു ടി. ഓക്കെ, വി ഇൻറ്റു ടി എന്നായി. ആ ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 1,38,000 ഡിവൈഡ് ബൈ 230 ഇൻറ്റു 300 വരും. പൂജ്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എത്ര 138 ഡിവൈഡ് ബൈ 23 ഇൻറ്റു 3 വരും. 23 ഇൻറ്റു 3 അല്ലെ, 23 ഇൻറ്റു 3 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 69 കിട്ടി. അപ്പോൾ 137 ഡിവൈഡ് ബൈ 69 എന്ന് പറയാൻ നേരത്ത് 2 ആംപിയർ. ക്ലിയർ ആയ? ഓക്കെ, അപ്പൊ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 2 ആംപിയർ കിട്ടി. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, കറണ്ട് അല്ല കണ്ടുപിടിക്കാൻ പറയണം, കറണ്ട് കണ്ടുപിടിച്ച് 2 ആംപിയർ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണെന്ന് പറയണം. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ജനറേറ്റർ. അടുത്തതിൽ നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കണം, ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാൻ, ഹീറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് പറയണം. പക്ഷെ അവിടെ നമുക്ക് തന്നിരിക്കുന്ന വേറെ 2-3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് വെൻ എ പവർ തന്നിരിക്കുന്ന ആളാണ്. പവർ വന്നിട്ടുണ്ട് ഫോർ 3 മിനിറ്റ്സ് അല്ലെ, പവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മിനിറ്റ്സിന്റെ കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പവർ എന്ന് പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം എഴുതിയപ്പോൾ തന്നെ ഇക്വേഷൻ എഴുതി തന്നാണ്. പവർ ഈസ് ഈക്വൽ എച്ച് ഡിവൈഡ് ബൈ ടൈം, ടി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക്. ഓക്കെയാണ്, ഈ കാര്യങ്ങൾ ഓൾറെഡി ഞാൻ എഴുതി തന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ വെച്ചിട്ടേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് നോർമലി ഉള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ ഓൾറെഡി വർക്ക് അല്ല തന്നിരിക്കുന്നത്, നമുക്ക് എന്താണെന്ന് പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട്. നമ്മളടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറയും, ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഏത് ഇക്വേഷൻ ഏതാ, പി ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ ടി. നമ്മൾ എന്താ കണ്ടുപിടിക്കുക, ഹീറ്റ് എല്ലാം കണ്ടുപിടിക്കണം. ടീനെ അപ്പുറത്തേക്ക് എടുക്കാം. സോ എച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ ആണ്, ഡിവൈഡ് അല്ല, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും, പി ഇൻറ്റു ടി എന്നാവും. അപ്പം എച്ച് ഈസ് ഈക്വൽ ടു പവർ ഓർഡറിൽ തന്നിട്ടുണ്ട്. ടൈം നമ്മൾ കൺവേർട്ട് ചെയ്യണം അവിടെ. ടി ഈസ് ഈക്വൽ ടു, സാർ ഇവിടെ കൺവേർട്ട് ചെയ്ത് വെക്കണതാണ്. ടി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 60 എന്ന് പറയുന്നത് 180 സെക്കൻഡ്സ്. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടൈം കൺവേർട്ട് ചെയ്ത് വെച്ചേക്കണതാണ്, ഇവിടെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി എന്ന് വരും, പവർ ഇൻറ്റു ടൈം. പവർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1000
ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം 180 അല്ലേ. 18 ഇൻറ്റു 1 എന്ന് പറയാൻ നേരത്ത് നോർമലി അങ്ങനെ ഇൻറ്റു ചെയ്യാറുള്ളൂ. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പൂജ്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാതിരിക്കണ പോലെ. അതേ 18 ഇൻറ്റു 1 എന്ന് പറയുന്നത് 18. ഇവിടെ ഒരു 3 പൂജ്യം ഉണ്ട്, ഇവിടെ ഒരു പൂജ്യം ഉണ്ട്. അപ്പോൾ 4 പൂജ്യം ഇട്ട് കൊടുക്കാം. ഓക്കെ ആണോ? അതിൻ്റെ യൂണിറ്റ് ഹീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? H is equal to ഹീറ്റ് ആയതുകൊണ്ട് യൂണിറ്റ് ജൂൾ. നമുക്കിവിടെ ആൻസർ കിട്ടി. എന്ത് വരും അല്ലെ? ആൻസർ എന്ന് പറയുന്ന നേരത്ത് 1,80,000. 1840 അല്ലെ? 1840 1,80,000 ജൂള് നമുക്ക് എന്ത് ഇവിടെ കിട്ടി. ഹീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ കണ്ടുപിടിക്കാൻ? ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി വർക്ക് തന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. വർക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നോർമലി ഉള്ള നമ്മൾ നേരത്തെ ഒന്നും ചെയ്യാത്ത ഒരു ചോദ്യമാണ്. കാരണം നേരത്തെ പല ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യണം. ഇതാണെങ്കിൽ നമുക്ക് പവറിന് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? ഹീറ്റ് കണ്ടുപിടിക്കാം. പവറിന് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ P is equal to H/T എന്ന് പറയണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന, ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നു, സെക്കൻഡ് ടേമിൽ ഉണ്ടായി, തേർഡ് ടേമിലും ഉണ്ടാവും ഈ ഒരു ചോദ്യം. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതായത് ഫൈനൽ എക്സാമിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫസ്റ്റ് ടേമിൽ, സെക്കൻഡ് ടേമിൽ, തേർഡ് ടേമിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടാണ് അടുത്ത ആളിലേക്ക് നമുക്ക് എന്തായാലും പോകാനായിട്ട്. ഇതിങ്ങനെ തന്നെയായിരിക്കും നോർമലി ചോദിക്കുന്നത്. മേ ബി ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണിത്. 3 മാർക്കിനൊക്കെ നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് മാർക്ക് ആസ് 220 വോൾട്ട്. അതായത് ഇവിടുത്തെ വോൾട്ട് എന്നാണ്. ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 220 വോൾട്ടും പവർ എന്ന് പറയാൻ നേരത്ത് 100 പവറും. ഓക്കെ, ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബൾബിൻ്റെ വോൾട്ടേജ് എന്ന് പറയാൻ നേരത്ത് എത്രയെന്നാ പറയണം? 220 വോൾട്ടും പവർ 100 വാട്ട്. ഓക്കെയാണ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ വെൻ ഓപ്പറേറ്റഡ് അറ്റ് 640 വോൾട്ട്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 440 വോൾട്ടേജ് ആകുമ്പോൾ അവിടുത്തെ പവർ എന്തായിരിക്കും എന്ന് വെച്ചേക്കണം. ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്നത് 220 വോൾട്ടേജ് ആണ്. അത് മാറിയിട്ട് നമുക്ക് എത്രയൊക്കെ ആകുമ്പോൾ 440 വോൾട്ടേജ് ആകുമ്പോൾ, അതായത് നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to എത്രയെന്ന് പറഞ്ഞാൽ 220 വോൾട്ട്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എത്രയിലേക്കാക്കാം? 440 വോൾട്ടിലേക്ക് ആക്കാൻ നേരത്ത് ഇവിടെ ഓൾറെഡി പവർ തന്നിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു 100 വാട്ടാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമ്മൾ പവർ എന്നുള്ള കാര്യമാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കണം. അപ്പോൾ പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ഇവിടെ ആദ്യം തന്നിരിക്കുന്ന കാര്യത്തിൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന കാര്യത്തിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, തന്നിരിക്കുന്ന കാര്യത്തിൽ എന്ത് കണ്ടുപിടിക്കാം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. ആ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം? മറ്റേതിന്റെ പവർ കണ്ടുപിടിക്കണം. കാരണം സെയിം കാര്യം തന്നെ നമ്മൾ വോൾട്ടേജ് ആണ് മാറ്റിയിരിക്കുന്നത്. വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്തേക്കണം. സോ അതനുസരിച്ചിട്ടുള്ള പവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് 3 ഇക്വേഷൻ ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് വന്ന ഇക്വേഷനാണ് P is equal to V square by R എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെ? P is equal to V square by R. അതിൽ നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. Pനെ പുറത്തേക്ക് എടുക്കാം, Rനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ ആണ്. അപ്പോൾ എന്തെന്ന് പറയും? R is equal to V square by P എന്ന് വരും. V square by P എന്ന് വരും. ഇവിടെ ഓൾറെഡി ബാക്കി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ആ ഫസ്റ്റത്തെ ഡിവൈസ് ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന വോൾട്ടേജും അതുപോലെ തന്നെ പവറും തന്നിട്ടുണ്ട്. അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യാൻ നേരത്ത് R is equal to V എന്ന് പറയുന്നത് എത്രയായിരുന്നു? 220 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ 100 അല്ലെ? ഡിവൈഡ് ബൈ 100 വരും. ഈ 0 കൂടെ കട്ട് ചെയ്യുക, ഇതും കട്ട് ചെയ്യുക. 22 ഇൻറ്റു 22 എന്ന് പറയാൻ നേരത്ത് 484 ഓം. കറക്റ്റാണെന്ന് തോന്നണം അല്ലേ? കറക്റ്റാണ്, 484 ഓം. 22 ഇൻറ്റു 22 എന്ന് പറയാൻ നേരം 484 ഓം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടി? റെസിസ്റ്റൻസ് കിട്ടി. സോ ഇവിടെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. വോൾട്ടേജ് ആണ് അവിടെ എന്ത് ചെയ്തേക്കണം? ഇൻക്രീസ് ചെയ്തേക്കണം. അപ്പോൾ പവറും എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ചേഞ്ചിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ചേഞ്ചിന്റെ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ എടുക്കാം. P is equal to എന്താണ്? V square by R അല്ലെ? P is equal to V square by R. ഇവിടെ ഓൾറെഡി V എന്ന് പറയണത് ഇവിടെ ഓൾറെഡി ചേഞ്ച് ചെയ്തത് തന്നിട്ടുണ്ട്. 440 അല്ലെ? 440
440 വോൾട്ട്. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. റെസിസ്റ്റൻസ് എത്ര കിട്ടി? 484. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കുക. പി ഈസ് ഈക്വൽ ടു 400. ഒരു സെക്കൻഡ്. ഓക്കെ, 440 ഇൻറ്റു 440 ഡിവൈഡഡ് ബൈ 484. ഓക്കെ ആണോ? അപ്പം ഇത് രണ്ടും ഇൻറ്റു ചെയ്യാൻ നേരം 440 ഇൻറ്റു 440 എന്ന് പറയുന്നത് 1,93,600 വരും. ഡിവൈഡഡ് ബൈ 484. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാൻ നേരത്ത് എത്ര വരും? 1000 അല്ലെ? 2 0 4 പ്രാവശ്യം പോകും. ഇതിൽ 4 പ്രാവശ്യം പോകും. അപ്പം 2 0 കൊണ്ട് ഇട്ടെടുക്കുക 400 വാട്ട്. ഇതാണ് നമുക്ക് കിട്ടണമെന്ന് പറയുന്നത് ആൻസർ. അതായത് പവർ എന്ന് പറയാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടി? പവർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 400 വോൾട്ടേജ് കിട്ടി. 400 വോൾട്ടേജ്. ഇതാണ് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് പവർ എന്ന് പറയാൻ നേരത്ത്. അതായത് 400 വാട്ടിലേക്കും പവറും വോൾട്ടേജിലേക്കും മാറ്റിക്കഴിയുമ്പോൾ ക്യാൻ ദിസ് ഡിവൈസ് ബി ഓപ്പറേറ്റഡ് ഫോർ 40 വോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കണം. ഈ ഡിവൈസ് ബി ക്വസ്റ്റ്യൻ അല്ലെ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 440 മാറ്റാൻ നേരത്തെ അവിടുത്തെ പവർ എന്തായിരിക്കും? പവർ എന്ന് പറയുന്നത് 400 വോൾട്ടേജ് ആയി, വാട്ടായി. പവർ എന്ന് പറയുന്നത് കൂടി അല്ലേ? ഇവിടെ ഓൾറെഡി വോൾട്ടേജ് 440 റെസിസ്റ്റൻസ് 484. നേരത്തെ ആ ഒരു സെയിം ഡിവൈസിൽ 484 തന്നെയായിരുന്നു. പവർ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. സോ പവർ കൂടാൻ നേരത്ത് ഇവിടെ നമ്മളടുത്ത് ബി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചിരിക്കണം. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ഇതിന്റെ പവേഴ്സ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? നോട്ട് പോസിബിൾ. വോൾട്ടേജ് എന്താണ്? കൂടുതലാണ്. പവർ എന്തായിരിക്കും? കൂടും അല്ലെ? വോൾട്ടേജും കൂടി, അതുപോലെ തന്നെ പവറും കൂടി. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ബൾബിന് എന്തെങ്കിലും ഡാമേജ് വരാം, ബൾബ് എന്തെങ്കിലും പൊട്ടിപ്പോവാം. കാരണം ഇവിടുത്തെ പവർ കൂടി, ഓൾറെഡി വോൾട്ടേജ് കൂട്ടി നമ്മ അല്ലെ? 220 ഉണ്ടായിരുന്നു, നമ്മൾ നേരെ എന്തിലേക്കാക്കി? 440 വോൾട്ടിലേക്കാക്കി എന്ത് ചേഞ്ച് ചെയ്ത്. സോ അതെന്ത് ചെയ്തേക്കണം? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത്. അപ്പൊ എന്ത് ചെയ്യും? പവർ ഇൻക്രീസ് ആവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൽ ആ ബൾബിന് എന്ത് ചെയ്യാം? ഡാമേജ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഉണ്ടാവാം. അതാണ് ബി ക്വസ്റ്റിന്റെ ആൻസർ. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ 440 വോൾട്ടേജിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഡിവൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? അവിടുത്തെ വോൾട്ടേജ് കൂടി, അതുപോലെ തന്നെ പവർ കൂടി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യമാണെന്ന് പറയണം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫിഗർ 1ഉം ഫിഗർ 2ഉം. ഓക്കെ, നമുക്ക് ഒരു 2 കണക്ഷൻസ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കണക്ഷൻസ് ആണ്. ഒന്ന് സീരീസ്, ഒന്ന് പാരലൽ കണക്ഷൻസ് എന്നുള്ള രീതിയിൽ പഠിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്നുള്ളൊരു ജസ്റ്റ് ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റത്തെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ ഇഫ് ദ സ്വിച്ച് ഈസ് ഓൺ വിച്ച് ബൾബ് ഫിഗർ 1 ഈസ് ബ്രൈറ്റർ. അതായത് സ്വിച്ച് എന്ത് ചെയ്യണം? ഓൺ ആക്കണമെന്ന് വിചാരിക്കും. സ്വിച്ച് ഓൺ ആക്കാൻ നേരത്ത് എന്തായിരിക്കും ഇവിടത്തെ ഫിഗർ 1 കത്തോ ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഫിഗർ 1. ഓക്കെ, ഈ ഒരു ഡിവൈസിൽ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തേക്കണം? ചോദിച്ചിരിക്കണം. നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ നമുക്ക് എന്താണ്? സീരീസ് കണക്ഷനും മറ്റേത് പാരലൽ കണക്ഷനാണ്. സെപ്പറേറ്റ് ഉള്ള കണക്ഷനും ഇവിടെ എന്താണ്? സീരീസ് കണക്ഷനായിട്ടുള്ള ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ചോദ്യമാണ് ഇഫ് ദ സ്വിച്ച് ഓൺ, ഏത് ബൾബായിരിക്കും കത്തുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം സീരീസിൽ നമുക്കറിയാം അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം ഫസ്റ്റത്തെ ആരാണോ അവരെന്ത് ചെയ്യും? ആദ്യം എടുക്കും. അത് അയാൾക്കായിരിക്കും കൂടുതൽ എന്തുണ്ടാവുന്ന? പവർ ഉണ്ടാവുന്ന. അപ്പൊ കത്താനായിട്ടും കൂടുതൽ പവർ ആയിരിക്കും ഈ ഒരാൾക്കായിരിക്കും. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത 40 വാട്ട്. ഓക്കെയാണ്, 40 വാട്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ഇഫ് ദ സ്വിച്ച് ഓൺ വിച്ച് ബൾബ് ഇൻ ഫിഗർ 2 ഈസ് ബ്രൈറ്റർ. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ബ്രൈറ്റർ ആയിരിക്കും. ഇവിടുത്തെ പാരലൽ കണക്ഷൻ ആണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? 60 വാട്ട് ആയിരിക്കും ഇതിന്റെ എന്ന് പറയുന്നത് പാരലൽ കണക്ഷനിൽ വരുമ്പോൾ. ഓക്കെയാണ്. ഇനി അതിന്റെ തന്നെ സി ക്വസ്റ്റ്യൻ ആണ് വിച്ച് മെത്തേഡ് ഇൻ ദ ഫിഗർ യൂസ് ടു ബി യൂസ്ഡ് ഇൻ ഇഫ് യു വാണ്ട് ടു ബി കൺട്രോൾ ഈച്ച് ഡിവൈസ് ഇൻ യുവർ റൂം യൂസിങ് ഡിഫറെന്റ് സ്വിച്ചസ്. അതായത് നമ്മളെ വീട്ടിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം പാരലൽ കണക്ഷനാണ്. ഇവിടുത്തെ ഫിഗർ ബി കണക്ഷനാണ്. കാരണം ഒരു സ്വിച്ചിന് ഒരു കാര്യങ്ങളായിരിക്കും നമുക്ക് എന്താണ് വർക്ക് ചെയ്യണം. ഒരു സ്വിച്ച് ഒരു കാര്യത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം, അതനുസരിച്ച് അത് എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണം. നമ്മളെടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയാൻ നേരത്ത് ഏത് ഡിവൈസ് ആയിരിക്കും എന്ത് ചെയ്യണം? ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ വീടുകളിലൊക്കെ കണക്ഷനിലേക്ക് മാറ്റാൻ നേരത്തെ ഏതായിരിക്കും ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിൾ എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഫിഗർ 2 ആണ് അല്ലെ? ഫിഗർ 2ലാണ് നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ കണക്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫിഗർ എന്ത് ചെയ്താ 2 എന്ന് പറഞ്ഞതാ. ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അടുക്കാം. ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കാം, കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ഹീറ്റിംഗ് കോയിൽ വിത്ത് എ റെസിസ്റ്റൻസ് ഓഫ് 55 ഓം ആണ്. 55 ഓം റേറ്റ് ഓപ്പറേറ്റ് അറ്റ് 220 വോൾട്ട്. ഓക്കെ, അപ്പൊ അവിടെ റെസിസ്റ്റൻസ് എന്തുണ്ട് 55, വോൾട്ടേജ് എന്തുണ്ട് 220 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനാണ് പറയണം? കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയണം. അതിന് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം? പവർ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ താഴേക്ക് എടുത്ത് തന്നിരിക്കുന്ന കാര്യം എന്ന് പറയാൻ നേരത്ത് അവിടെ റെസിസ്റ്റൻസ് എന്തുണ്ട്? റെസിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് 55 ഓം തന്നിട്ടുണ്ട്. പിന്നെ എന്താ വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 220 വോൾട്ട് തന്നിട്ടുണ്ട്. അതെന്ത് കണ്ടുപിടിക്കാനാണ്? കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഓംസ് ലോ അല്ലെ, ഓംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ നേരത്തെ നമുക്ക് എങ്ങനെ വരും? VIR അല്ലെ, VIR. അതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് അല്ല കണ്ടുപിടിക്കണം, കറണ്ടാണ് കണ്ടുപിടിക്കണം. I അല്ല കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കുന്നത് V/R എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. എന്തെന്ന് വരും? I is equal to V/R എന്ന് വരും. I എന്ന് പറയാൻ നേരത്ത് നമുക്ക് അറിയില്ല, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. V എന്ന് പറയാൻ നേരത്ത് 220 ഡിവൈഡഡ് ബൈ 55. ഓക്കെയാണ്, 220 ഡിവൈഡ് ബൈ 55 എന്ന് വരും. ഓക്കെയാണ്, 55ന്റെ ടേബിളിൽ 220 എന്ന് പറയാൻ നേരത്ത് ഒരു 4 പ്രാവശ്യം പോകും അല്ലെ. 100 100 2 100 എന്ന് പറയുന്നത് 110 അല്ലെ. 2 പ്രാവശ്യം എന്ന് പറയുന്നത് 110, 4 പ്രാവശ്യം എന്ന് പറയുന്നത് 220. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 ആംപിയർ. അപ്പൊ കറണ്ട് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയല്ലേ. എ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി. എത്ര കിട്ടി? 4 ആംപിയർ എന്ന് പറഞ്ഞാൽ കിട്ടി. അടുത്തതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറയണം? വാട്ട് വിൽ ബി ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ 5 മിനിറ്റ്സ്. നമുക്ക് അപ്പം എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് കണ്ടുപിടിക്കണം. ഹീറ്റ് കണ്ടുപിടിക്കുന്നത് H is equal to അല്ലെ I² RT അല്ലെ. H is equal to I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ? H is equal to I എന്ന് പറയാൻ നേരത്ത് 4² ഇൻറ്റു R എന്ന് പറയാൻ നേരത്ത് 55 ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ടൈം ഇവിടെ ടൈം എത്ര തന്നേക്കണം? ടൈം തന്നിരിക്കുന്നത് 5 മിനിറ്റ്സ് അല്ലേ. 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 60. ഓക്കെ, 5 ടൈം എന്ന് പറഞ്ഞാൽ ഇതാട്ടെ. T ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ് ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു എത്ര വരും? 6 ഇൻറ്റു 5 എന്ന് പറയാൻ നേരത്ത് 300. ഓക്കെ, അപ്പൊ 300 ഇൻറ്റു ചെയ്യാം. അപ്പൊ 4² 16. 16 ഇൻറ്റു 55. 16 ഇൻറ്റു എത്രയാ? 55. 55 ഇൻറ്റു 300. ഓക്കെ, ഒന്ന് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ നേരത്തെ 264 ഇതന്നെയാണോ വേണ്ട? 2,64,000 ജൂൾ. ഓക്കെ, 16 ഇൻറ്റു 55 ഇൻറ്റു 300 ചെയ്യാം. ഓക്കെയാണ്, നമുക്ക് ഇൻറ്റു ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടി? 2,64,000 ജൂൾ കിട്ടി. ഓക്കെയാണ്, ഇതാണ് നമുക്ക് ഹീറ്റ് കിട്ടിക്കണം. അപ്പൊ എ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. എ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. എ ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, ബി ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കണം? പവർ. പവർ കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിക്കും. സി ക്വസ്റ്റിന്റെ ആൻസർ ആണ് പവർ. പവർ പി ഈസ് ഈക്വൽ ടു I V എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ. P ഈസ് ഈക്വൽ ടു IV. I എന്ന് പറയുന്ന നേരത്തെ എത്രയാണ്? 4 ഇൻറ്റു V എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 220 is equal to P ഇൻറ്റു V എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം അല്ലെ. 4 ഇൻറ്റു 200 എന്ന് പറയാൻ നേരത്തെ 800. അപ്പൊ 880 വരും ശരിയല്ലേ. 880 വാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തേൻ്റെയും പവർ കിട്ടി. അപ്പൊ നമുക്ക് അതിന്റെ എ ക്വസ്റ്റിന്റെ, ബി ക്വസ്റ്റിൻ, സി ക്വസ്റ്റിന്റെ ഒക്കെ ആൻസേഴ്സ് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഹീറ്റിംഗ് കോയിൽ, അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് 55 ഓം, അതുപോലെ തന്നെ 220 വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിച്ചാൽ 4 ആംപിയർ വന്നു നമ്മൾ ഓംസ് ലോന്റെ ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഹീറ്റ് കണ്ടുപിടിക്കാൻ H is equal to I² RT എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് 2,64,000 ജൂൾ എന്ന് പറഞ്ഞു. ഞാൻ സി ക്വസ്റ്റ്യൻ പവർ കണ്ടുപിടിക്കാൻ P is equal to IB എന്ന് പറഞ്ഞ ഇക്വേഷൻ
4 ഇൻറ്റു 220 എന്ന് പറയുന്ന നേരത്ത് 880 വാട്ട് എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ ആണ്. ഇത്രയാണ് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നേക്കണ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് എക്സാമിന് കഴിഞ്ഞ എക്സാമിനൊക്കെ സെക്കൻഡ് ടൈമിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം. അതായത് ഓക്കെ ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് അല്ലെ, ഇവിടെ അടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന, സോറി ഇത് കളർ അടിച്ചപ്പോൾ മൊത്തം മറന്നു. ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതണേ, ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡ് ബൈ 1000. ഓക്കെ ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തിട്ടാണ് എഴുതാനായിട്ട്. ഞാൻ ഇവിടെ ഒന്നും കൂടി എഴുതണം. ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡഡ് ബൈ 1000. ഓക്കെ ഈ ഇക്വേഷനിലാണ് നമുക്ക് ഇത് എന്ത് ചെയ്യണ്ട, കണ്ടുപിടിക്കേണ്ട. ഓക്കെ ആണ്. അപ്പൊ ശ്രദ്ധിച്ചെടുക്കുക. ഇത് എക്സാമിന് വരുമ്പോൾ തെറ്റിച്ച് വെക്കരുത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന 1000 ഉണ്ടാ 1000. ഓക്കെ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കുക. പലരും പല രീതിയിലൊന്നും ചെയ്തു വെക്കരുത്. ഓക്കെ ഫസ്റ്റ് കണ്ടുപിടിക്കണം, വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ എ ഡേ. ഒരു ദിവസത്തെ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണം. കൺസ്യൂം ചെയ്യുന്ന കാര്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണം. അത് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡ് ബൈ 1000 എന്ന് പറയാം. അപ്പൊ നമുക്ക് ഓരോ ഡിവൈസിന്റെയും കാര്യങ്ങൾ എഴുതാം. ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഫസ്റ്റത്തെ എഴുതാണ് എയർ. അതുപോലെ തന്നെ എന്താണ് എയർ കണ്ടീഷണർ അല്ലേ. ഓക്കെ എയർ കൂളർ എന്ന് പറയുന്നത്. ഓക്കെ എയർന്ന് അർത്ഥം കൊടുത്തു. അതിൻ്റെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇനി ഹൗസ് 1200 വാട്ടാണ് അതടുത്ത് എന്ത് ചെയ്യണം പവർ എന്ന് പറയുന്നത്. അപ്പം ഞാനവിടെ എഴുതണേ അതിൻ്റെ 1200 വാട്ട്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്ന് പറയണം. 5 മണിക്കൂർ വർക്ക് ചെയ്ത്. അപ്പം ഇൻറ്റു ചെയ്തു. അപ്പം 1200 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1200 ഇൻറ്റു 5 എന്ന് പറയാൻ നേരത്തെ എത്ര വരും? 1000 ഇൻറ്റു 5 എന്ന് പറയാം 5000. അപ്പം 6000 വരും. 6000 വാട്ട്. ഓക്കെ ഇനി അടുത്തൊരാൾ. അപ്പം ആദ്യത്തെ ആളെ നമ്മൾ ചെയ്ത് ഹവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി അടുത്താണ് ഇലക്ട്രിക് അയൺ. അപ്പം അയൺ എന്ന് ഞാൻ എഴുതണേ അയൺ. ഓക്കെ അയൺ ബോക്സിന്റെ കാര്യമാണ്. അയൺ ബോക്സിന്റെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് അയൺ ബോക്സിന്റെ കാര്യം 500 വാട്ട് എന്നാ പറഞ്ഞേക്കണം ഓഫ് ആൻ അവർ അല്ലെ, ഒരു അവറിന്റെ കാര്യമാണ്. അപ്പൊ 500 വാട്ട് ഇൻറ്റു 1, 500 ഇൻറ്റു 1 എന്ന് പറയാൻ നേരത്ത് 500 വാട്ട്. ഓക്കെ ആണ്. അതുപോലെ തന്നെ 10 LED ഉണ്ടെന്ന് പറയാം. അപ്പൊ LED കാര്യം ഏതാണ്? LED കാര്യം എന്ന് പറയുന്നത് 10 എണ്ണം ഉണ്ട്. അപ്പൊ 10 ഇൻറ്റു 9 വാട്ടാണ്. 10 ഇൻറ്റു 9 അല്ലെ, 10 എണ്ണം ഉണ്ട് 9 വാട്ടിന്റെ. അതേ ഇൻറ്റു എന്ത് ചെയ്യണം? 10 മണിക്കൂർ അത് വർക്ക് ചെയ്യണം. അപ്പൊ 10 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 10 എന്ന് പറയാൻ നേരം 900 അല്ലേ. ഓക്കെ അതുപോലെ തന്നെ ഒരു ഗ്രൈൻഡർ ഉണ്ട്. ഓക്കെ ഒരു ഗ്രൈൻഡർ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന നേരത്ത് 400 വാട്ട് ഓഫ് ആൻ ഫോർ ആൻ അവർ. അപ്പൊ 400 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 400. അത് നമുക്ക് എന്ത് കിട്ടി? പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഓരോന്നിൻ്റെയും കിട്ടി. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാം. ഓക്കെയാണ്. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യണം. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താലേ നമുക്ക് ടോട്ടൽ കിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ ഹവേഴ്സ് മീൻസ് ടോട്ടൽ പവർ എന്ന് പറയുന്നത് 400 പ്ലസ് 900 പ്ലസ് 500 പ്ലസ് അതുപോലെ തന്നെ 6000 അല്ലേ. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 7800 വരും. ഓക്കെ 7800 ആണെന്ന് പറയാം അതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ പവർ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എന്താ പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഒക്കെ നമ്മൾ ഇൻഡ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് കാര്യം ചെയ്യാം. പവർ ഈസ് ഈക്വൽ ഓക്കെ ഒരു സെക്കൻഡ് ബ്ലാക്ക് പി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡ് ബൈ 1000. അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ആൻസറാന്ന് പറയണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 7800 ഡിവൈഡഡ് ബൈ 1000 വരും. ഓക്കെയാണ്, 0 കട്ട് ചെയ്യുക, ഇതും കട്ട് ചെയ്യുക. അപ്പോൾ എത്ര വരും? 78 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്ര വരും? ഈസ് ഈക്വൽ ടു 7.8 കിലോ വാട്ട് ഹവർ. ഓക്കെയാണോ? ഇതാണ് നമുക്ക് എന്ത് കിട്ടണം അവിടുത്തെ ഒരു ദിവസത്തെ ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ദിവസത്തെ കിലോ വാട്ട് ഹവർ കിട്ടുന്നതെന്ന് പറയാൻ നേരത്ത് 7.8 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് എന്ന് പറയാൻ നേരത്ത് 7.8 കിലോ വാട്ട് ഹവർ എന്ന് പറയും. ഓക്കെയാണ്. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന പറയാൻ ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഞാൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് ഇഫ് ദ അപ്ലയൻസ് ഓപ്പറേറ്റ് ഫോർ ദ സെയിം മാനർ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് എനർജി ചാർജ്. അപ്പോൾ ഇലക്ട്രിക് എനർജി ചാർജ് ഫോർ എ മന്ത്, ഒരു മാസത്തെ കണ്ടുപിടിക്കാനാണ് പറയണം. സെപ്റ്റംബർ അറ്റ് എ റേറ്റ് ഓഫ് 6.75 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 6.75 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു മാസത്തെയാണ്, അതായത് സെപ്റ്റംബർ മാസത്തെ എന്ത് കണ്ടുപിടിക്കും? ഇപ്പം ഒരു ദിവസത്തെയാണ്. അപ്പം സെപ്റ്റംബർ മാസത്തെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? മന്ത് ഈസ് ഈക്വൽ ടു 7.8 ഇൻറ്റു 30 ചെയ്യാം. ഓക്കെയാണോ? 7.8 ഇൻറ്റു 30 എന്ന് പറയുന്നത് 234 കിലോ വാട്ട് ഹവർ കിട്ടും. ഓക്കെയാണോ? 234 കിലോ വാട്ട് ഹവർ കിട്ടും. നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 234 പറഞ്ഞാൽ ഒരു മാസം ഇത്രയും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്തെ ഉണ്ടാവുന്ന കിലോ വാട്ട് അവർ എന്ന് പറയാൻ നേരത്ത്. അപ്പോൾ ഒരു യൂണിറ്റിന് 6.75 അവിടുത്തെ എന്ന് പറയണം രൂപ എന്ന് പറയാൻ നേരത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇതാ റുപ്പീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഈസ് ഈക്വൽ ടു 234 ഇൻറ്റു എത്ര വരും? 6.75 അല്ലെ? 25 അല്ല 75. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6.75 രൂപയാണെന്ന് പറയണം ഒരു യൂണിറ്റിന്. അത് രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1579.5 റുപ്പീസ്. ഓക്കെയാണോ? ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാവുന്ന രൂപ വരുന്നത്. അതായത് ഇത്രയും ഡിവൈസസ് എത്രയൊക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് 1200 വോൾട്ടേജ് ഉള്ള വാട്ടുള്ള പവറുള്ള ഒരു കാര്യം. എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നിടത്ത് 5 മണിക്കൂർ വർക്ക് ചെയ്യണേനും, അതുപോലെ തന്നെ ഇലക്ട്രിക് അയൺ ബോക്സ് 500 വാട്ടിൻ്റെത് 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ 10 LED ബൾബ് ഉണ്ട്. 10 LED ബൾബ് 9 വാട്ടിൻ്റെ 10 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ ഗ്രൈൻഡർ 400 വാട്ടിൻ്റെ 1 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു മാസത്തെ കിലോ വാട്ടാണെന്ന് പറയണം. ഇലക്ട്രിക് എനർജി കൺസ്യൂമർ എന്ന് പറയണം 234 കിലോ വാട്ട് അവർ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ ഇലക്ട്രിക് ബില്ല് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബില്ല് വരുന്നത് എന്ന് പറയാൻ നേരത്ത് നമുക്ക് എന്താ 234 ഇൻറ്റു 6.75 നമുക്ക് കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇൻഡ്യൂ ചെയ്യാൻ നേരത്ത് 1579.5 പൈസ, അതായത് 1579.5 റുപ്പീസ് വരും. ഓക്കെയാണ്. ഇത്രയുമാണെന്ന് പറയണം നമുക്ക് അതിലെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും പല രീതിയിലുള്ള ഒരു ഇക്വേഷൻ തന്നെ പല രീതിയിലും തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ കുട്ടികളും കൃത്യമായിട്ട് എന്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.